നോക്കാം വിശദമായി. സെബി ചെയർപേഴ്സണെതിരെ വെളിപ്പെടുത്തലുമായി ഹിൻഡൻബർഗ്. സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിനും ഭർത്താവിനും അദാനി ഷെൽ കമ്പനികളിൽ നിക്ഷേപമെന്ന് വെളിപ്പെടുത്തൽ. അദാനി ഗ്രൂപ്പിനെതിരായ അന്വേഷണം സെബി മന്ദഗതിയിലാക്കിയതിന് കാരണം ഇതാണെന്നും ഹിൻഡൻബർഗ്. വിവരങ്ങളുമായി സ്വാതി ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സ്വാതി, നേരത്തെ അദാനി ഗ്രൂപ്പിനെതിരെ ഹിൻഡൻബർഗ് വലിയ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അതിനുശേഷം സെബിയുടെ അന്വേഷണം ഉണ്ടായിരുന്നു. അതിൽ അദാനിക്ക് അനുകൂലമായ നിലപാട് സെബി സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഹിൻഡൻബർഗിന്റെ പുതിയ വെളിപ്പെടുത്തൽ അനുസരിച്ച് അദാനി ഗ്രൂപ്പിന്റെ ഷെൽ കമ്പനികളിൽ സെബിയുടെ ചെയർപേഴ്സണ്, സെബിയുടെ മേധാവിക്ക് വലിയ തോതിൽ നിക്ഷേപമുണ്ടെന്ന് പറയുന്നു. ഈ പുതിയ വെളിപ്പെടുത്തൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ അദാനി ഗ്രൂപ്പിനെതിരായ കേന്ദ്ര സർക്കാരിന്റെ ഫേവറുകൾക്ക് കാരണങ്ങളിൽ ഒന്ന് ഇതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായും മനു സൂചിപ്പിച്ച പോലെ തന്നെ ഈ അദാനി അഴിമതിയിൽ ഉപയോഗിച്ച വിദേശ സ്ഥാപനങ്ങളിൽ തന്നെയാണ് സെബി മേധാവിയായിട്ടുള്ള മാധവി ബുച്ചിന് ഓഹരി ഉണ്ട് എന്ന വെളിപ്പെടുത്തൽ ഇപ്പോൾ ഹിൻഡൻബർഗ് നടത്തിയിട്ടുള്ളത്. 2023 ജനുവരി 24 ഇത്തരത്തിൽ ഹിൻഡൻബർഗ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് അദാനി ഗ്രൂപ്പിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ഓഹരി നിക്ഷേപങ്ങൾ പെരുപ്പിച്ചു കാണിക്കുന്നത്, അതിലെ ക്രമക്കേടുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു, അഴിമതി നടത്തി എന്ന കാര്യമാണ് അന്ന് ഹിൻഡൻബർഗ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് പുലർച്ചെയോടെയാണ് ഹിൻഡൻബർഗ് ഉടൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഉടൻ ഞങ്ങൾ പുറത്തുവിടും എന്നൊരു മുന്നറിയിപ്പ് ഹിൻഡൻബർഗ് അവരുടെ എക്സ് പേജിലൂടെ നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഏതാനും നിമിഷങ്ങൾക്ക് മുന്നേ മാത്രമാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലുമായി ഇപ്പോൾ ഹിൻഡൻബർഗ് രംഗത്ത് വന്നിട്ടുള്ളത്. അതിൽ പറയുന്നത് സെബിയുടെ ചെയർപേഴ്സൺ മാധവി ബുച്ചിനും അവരുടെ ഭർത്താവിനും അദാനി ഗ്രൂപ്പിന്റെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഓഫ്ഷോർ സ്ഥാപനങ്ങളിൽ ഓഹരി ഉണ്ടെന്ന് വിസിൽ ബ്ലോവർ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഹിൻഡൻബർഗിന്റെ പുതിയ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ റിപ്പോർട്ട് അനുസരിച്ച് ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനി സാമ്പത്തിക വിപണിയിൽ കൃത്രിമത്വം കാണിക്കാൻ ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്നുള്ള അതേ സ്ഥാപനമായിട്ടുള്ള ബെർമുഡയിലെയും മൗറീഷ്യസിലെയും അവ്യക്തമായ ഓഫ്ഷോർ ഫണ്ടുകളിൽ ഈ മാധവി ബുച്ചിനും ഭർത്താവിനും വെളിപ്പെടുത്താത്ത നിക്ഷേപം ഉണ്ടെന്ന് എന്നാണ് ഹിൻഡൻബർഗ് രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇത് പരിശോധിക്കുകയാണെങ്കിൽ 2017 സെബിയുടെ മുഴുവൻ സമയ അംഗമായി മാധവി ബുച്ചിനെ നിയമിക്കുന്നത്. 2022 മാർച്ചിലാണ് സെബിയുടെ ചെയർപേഴ്സണായി അവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നത്. അതിനു മുമ്പ് തന്നെ, അതായത് 2015 മുതലുള്ള നിക്ഷേപങ്ങളാണ് ഇവർക്ക് ഈ കമ്പനികളുമായി, ഈ വിദേശ രഹസ്യ കമ്പനികളുമായി ഉണ്ട് എന്ന രേഖകളടക്കം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഹിൻഡൻബർഗ് പുറത്തുവിട്ടിട്ടുള്ളത്. ബുച്ചിനെ സെബിയിലേക്ക് നിയമനത്തിന് ആഴ്ചകൾക്ക് മുമ്പ് അവരുടെ നിക്ഷേപം ഭർത്താവിന്റെ പേരിലേക്ക് മാറ്റിയെന്നും ഈ റിപ്പോർട്ടിൽ ആരോപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ അദാനിക്കെതിരെ ഹിൻഡൻബർഗിന്റെ ആദ്യ വെളിപ്പെടുത്തൽ തന്നെ സെബിയാണ് അന്വേഷണം നടത്തി ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു സമീപനമുണ്ടായിരുന്നു. അദാനിയുമായി ബന്ധപ്പെട്ട വലിയ വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെ സുപ്രീം കോടതി അടക്കം ഇടപെട്ടുകൊണ്ടാണ് സെബിയോട് ഈ വിഷയത്തിൽ അന്വേഷണം നടത്താമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഈ അന്വേഷണം നടത്തിയ സെബി ഈ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള ഹിൻഡൻബർഗിന് നേരെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുകയും അതിന് പിന്നാലെ അദാനി ഗ്രൂപ്പുകൾക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു സമീപനമാണ് അന്ന് സെബി സ്വീകരിച്ചത്. എന്തായാലും വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് ഈ വെളിപ്പെടുത്തലുകൾ കാരണമാകുമെന്നതിൽ ഒരു സംശയവുമില്ല. കാരണം അദാനിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ വെളിപ്പെടുത്തലുകൾ പോലും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. അതിന് പിന്നാലെ തന്നെ ഈ ഓഹരി വിപണിയിൽ വലിയ തരത്തിലുള്ള കോടിക്കണക്കിന് നിക്ഷേപങ്ങളുടെ ഇടിവ് അദാനി ഗ്രൂപ്പുകളുടെ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പാർലമെന്റിലടക്കം ഇവിടെ സ്വാതി വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ഷെൽ കമ്പനി എന്ന് പറയുമ്പോൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കള്ളക്കമ്പനി എന്നാണ്, തട്ടിപ്പ് കമ്പനി എന്നാണ്. ഇവിടെയുള്ള പണം വളരെ തന്ത്രപരമായി ഇത്തരം കമ്പനികൾ തുറക്കാൻ ഏറ്റവും എളുപ്പമുള്ള രാജ്യങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് വെളുപ്പിക്കുന്ന ഇടപാട്, അത് അന്വേഷിക്കേണ്ട ഏജൻസിയാണ് ഈ സെബി എന്ന് പറയുന്നത്. അതിൻ്റെ മേധാവി തന്നെ ഇത്തരത്തിൽ പണം അദാനിയുടെ കള്ളക്കമ്പനികളിൽ കൊണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇന്ത്യയുടെ ഭരണ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഒക്കെ ഈ പറയുന്ന കോർപ്പറേറ്റിൻ്റെ, അദാനി എന്ന് പറയുന്ന കോർപ്പറേറ്റിൻ്റെ കൈകളിലാണ് എന്നാണ്. സ്വാഭാവികമായും എന്ത് അന്വേഷണമാണ് അദ്ദേഹത്തിനെതിരെ ന്യായമായി ഈ രാജ്യത്ത് നടക്കുക എന്ന വലിയ ചോദ്യം ഇവിടുത്തെ ഓരോ പൗരൻ്റെയും മുൻപിലേക്ക് വരികയാണ്. തീർച്ചയായും മനു ഉന്നയിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനോടൊപ്പം തന്നെ അവർക്ക് പിന്തുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അദാനി ഗ്രൂപ്പ്, അദാനിയെ വിട്ട് ഒരു അക്ഷരം പറയാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാർ, അപ്പോൾ ഇത്തരത്തിലൊരു വലിയ ആരോപണം, വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ ഈ രാജ്യത്ത് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിനെല്ലാം ചുക്കാൻ പിടിക്കുവാൻ വേണ്ടി ഈ BJP സർക്കാരും അദാനിക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. രാജ്യത്തെ പൗരനെന്ന നിലയിൽ വലിയ ആശങ്ക ഈ വിഷയങ്ങളിൽ ഉണ്ടാകേണ്ട സാഹചര്യം തന്നെയാണ്. പ്രത്യേകിച്ചും സെബി പോലുള്ള ഒരു സ്ഥാപനം
സെബിക്ക് കൃത്യമായ ഒരു ഇടപെടൽ ഇതിലുണ്ട് എന്ന് പറയുമ്പോൾ ഈ ചെയർപേഴ്സൺ, അതായത് ഈ സെബിയുടെ മേധാവി അടക്കം ഈ വിഷയത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം വലിയ തെളിവുകൾ നിർത്തിക്കൊണ്ടാണ് ഈ ഹിൻഡൻബർഗ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. കഴിഞ്ഞ തവണയും ഹിൻഡൻബർഗിന് കൃത്യമായ കണക്കുകൾ ഇത് സംബന്ധിച്ച് അദാനിയുടെ അഴിമതി കണക്കുകൾ കൃത്യമായി തന്നെയാണ് കഴിഞ്ഞ തവണയും ഹിൻഡൻബർഗ് പുറത്തുവിട്ടിട്ടുള്ളത്. അതിനേക്കാൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ഈ മാധവി ബുച്ചിനും അവരുടെ ഭർത്താവിനുമാണ് ഈ അദാനി ഗ്രൂപ്പിന്റെ സാമ്പത്തിക ക്രമക്കേടുകൾ തന്നെ നടത്തിയിട്ടുള്ള ഈ കമ്പനികളിൽ, അതായത് കള്ള കമ്പനികൾ എന്ന് മനു സൂചിപ്പിച്ച പോലെ തന്നെ അത്തരം കമ്പനികളിൽ ഉണ്ട് അല്ലെങ്കിൽ നിക്ഷേപമുണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും ഗുരുതരമായ വെളിപ്പെടുത്തലാണ്. ഏറ്റവും ഗുരുതരമായ ക്രമക്കേട് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അദാനിയുടെ സഹോദരൻ വിനോദ് അദാനി സാമ്പത്തിക വിപണിയിൽ കൃത്രിമത്വം കാണിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള അതേ സ്ഥാപനമായിട്ടുള്ള ബെർമുഡയിലും മൗറീഷ്യസിൽ അടക്കമുള്ള സ്ഥലങ്ങളിലാണ് ഈ മാധവി ബുച്ചിനും ഭർത്താവിനും ഫണ്ടുകൾ ഉള്ളത് എന്നുള്ള അതായത് നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തൽ ഒട്ടും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. ഇത് മുന്നോട്ടുള്ള മണിക്കൂറുകളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തന്നെ വഴിവെക്കാൻ. ഇത് സ്വാഭാവികമായും അദാനി ഗ്രൂപ്പിനെതിരായ കഴിഞ്ഞ ആരോപണം, ഹിൻഡൻബർഗിന്റെ കഴിഞ്ഞ വെളിപ്പെടുത്തൽ വലിയ വിവാദമായിരുന്നു, വലിയ രാഷ്ട്രീയ ചലനങ്ങൾക്ക് വഴിവെച്ചതാണ് നമ്മുടെ രാജ്യത്ത്. ഇപ്പോൾ സ്വാഭാവികമായി രണ്ടാമത്തെ വെളിപ്പെടുത്തലും അതേ രീതിയിൽ ഒരു വലിയ പ്രതിഷേധമായി ഉയർന്നു വരാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെ വീണ്ടും ഒന്നുകൂടി പ്രതിരോധത്തിലാക്കുകയല്ലേ ഈ റിപ്പോർട്ട്? തീർച്ചയായും മനു, കേന്ദ്ര സർക്കാരിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിരോധത്തിലാകേണ്ടി വരുമെന്നുള്ളതിൽ സംശയമില്ല. കാരണം മനു സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ഹിൻഡൻബർഗ് റിപ്പോർട്ടും ഈ അദാനിക്കെതിരെ കൊണ്ടുവന്ന ക്രമക്കേടുകളൊക്കെ വെളിപ്പെടുത്തിയപ്പോൾ പ്രതിപക്ഷമടക്കം പാർലമെന്റിൽ ഇത് വലിയ വിഷയമായി തന്നെ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി സെബി അടക്കം ഉപയോഗിക്കുന്ന സാഹചര്യം അന്നേ നിലനിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ വിഷയത്തിൽ അല്ലെങ്കിൽ ഹിൻഡൻബർഗ് വെളിപ്പെടുത്തൽ നടത്തിയതിനു പിന്നാലെ അദാനി ഗ്രൂപ്പിനെതിരെ ചലനം പോലും സെബിയുടെ ഭാഗത്തു നിന്ന് അന്ന് തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്ന് ഏറ്റവും കൃത്യതയോടെ വെളിപ്പെടുത്തുകയാണ് ഈ ആരോപണങ്ങൾ കൂടി വരുമ്പോൾ. അതുകൊണ്ട് മുന്നോട്ടുള്ള മണിക്കൂറുകളിൽ ഇത് വലിയ ചർച്ചയാവും, വലിയ വിഷയങ്ങൾ, വലിയ സാമ്പത്തിക വിദഗ്ധരടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കും, ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് സെബി സ്വീകരിക്കുന്നത്, സെബിയുടെ പ്രതികരണം ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഗുരുതരമായ ആരോപണം തന്നെയാണ്. ഇതിൽ നിന്നും സെബിക്കോ ഹിൻഡൻബർഗിന്റെ ആദ്യ റിപ്പോർട്ട്, ആദ്യ വെളിപ്പെടുത്തൽ അത് അദാനി കമ്പനിക്കെതിരെയായിരുന്നു. അവർ നടത്തിയ തട്ടിപ്പുകൾ അല്ലെങ്കിൽ ഓഹരി വിപണിയിലടക്കം അവരുടെ ഓഹരികളിലടക്കം നടത്തിയ ഷെൽ കമ്പനികൾ രൂപീകരിച്ചുകൊണ്ട് നടത്തിയ തട്ടിപ്പുകളെക്കുറിച്ചായിരുന്നു. പക്ഷേ ഈ രണ്ടാമത്തെ റിപ്പോർട്ട് വരുമ്പോൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ വരുമ്പോൾ അത് കുറച്ചുകൂടി ഗൗരവമാകുന്നത് മറ്റിടത്താണ്. കാരണം ഈ പറയുന്ന തട്ടിപ്പുകളൊക്കെ അന്വേഷിക്കേണ്ട സ്ഥാപനത്തിൻ്റെ സംവിധാനത്തിൻ്റെ മേധാവി തന്നെ ആ ഷെൽ കമ്പനികളിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ തവണത്തേതുപോലല്ല. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒഫീഷ്യൽ സംവിധാനത്തിനെതിരെയാണ് ആരോപണം വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മറുപടി പറയേണ്ട ബാധ്യത കേന്ദ്രത്തിന് മുൻപിലേക്ക് വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, മാറിയ രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട്. കഴിഞ്ഞ തവണത്തെ പ്രതിപക്ഷമല്ല ഇത്തവണ കേന്ദ്ര സർക്കാരിൻ്റെ മുൻപിലുള്ളത്. വർദ്ധിത വീര്യത്തോടെ വലിയ അംഗബലത്തോടെ നിൽക്കുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് ഇത്തവണ കേന്ദ്രത്തിന് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ഈ സാഹചര്യവും ഒക്കെ മാറുകയാണ്. തീർച്ചയായും മനു സൂചിപ്പിച്ച പോലെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ തന്നെയാണ്. അതായത് കേന്ദ്ര സർക്കാരിന് ഒരിക്കലും ഈ ഒരു ആരോപണത്തിൽ നിന്നും ഒരു പഴുതുപോലും രക്ഷപ്പെടാനില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. കാരണം ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ അന്വേഷിക്കാനുള്ള ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ മേധാവി തന്നെ ഇത്തരം വിദേശ നിക്ഷേപം രഹസ്യമായി, അതും ഈ കള്ള കമ്പനികളുമായി ബന്ധപ്പെട്ട ഓഫ്ഷോർ കമ്പനികളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായ വിമർശനം തന്നെ കേന്ദ്ര സർക്കാരിന് നേരിടേണ്ടി വരുമെന്നുള്ളതിൽ സംശയമില്ല. മനു സൂചിപ്പിച്ച പോലെ തന്നെ ഈ പാർലമെന്റിലടക്കം കഴിഞ്ഞ തവണയും ഈ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വിഷയം വലിയ ചർച്ചയാകുമ്പോൾ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നില്ല അന്ന് എന്നുള്ളതും ഏറ്റവും പ്രധാനമായി കാണണം. ഇന്ന് ഇന്ത്യ മുന്നണി അടക്കമുള്ള വലിയ പ്രതിപക്ഷം എല്ലാ കാര്യങ്ങളിലും പാർലമെന്റിൽ വലിയ തരത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രതിരോധം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം വരുമ്പോൾ ഒരിക്കലും ഇതിൽ നിന്നും പിന്മാറാൻ കഴിയില്ല. ഇതിന് കൃത്യമായ മറുപടി കേന്ദ്ര സർക്കാർ പറയേണ്ടി വരും എന്നുള്ളതിൽ തർക്കമില്ല. ശരി സ്വാതി, ഞാനിപ്പോൾ സ്വാതിയിലേക്ക് തിരികെ വരാം. ഒരൊറ്റ മിനിറ്റ്. ഇപ്പോൾ വിഷ്ണു കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. വിഷ്ണു, രണ്ട് വെളിപ്പെടുത്തലുകൾ. ആദ്യത്തെ വെളിപ്പെടുത്തൽ നമുക്കറിയാം, അത് അദാനി കമ്പനി അവർ തന്നെ ഷെൽ കമ്പനികൾ രൂപീകരിച്ച് അവരുടെ ഓഹരികളുടെ വില പെരുപ്പിച്ച് കാണിച്ച അടക്കമുള്ള കാര്യങ്ങൾ, അതാണ് ഫസ്റ്റ് വെളിപ്പെടുത്തലായി വന്നത്. ഇപ്പോൾ ഇത് രണ്ടാമത്തെ വെളിപ്പെടുത്തൽ വരുമ്പോൾ അതിൽ കേന്ദ്ര സർക്കാർ കൂടി നേരിട്ട് പങ്കാളികളാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. കാരണം
സെബിയുടെ ചെയർപേഴ്സണെതിരെ, സെബിയുടെ മേധാവിക്കെതിരെയാണ് ഇവിടെ ആരോപണം വന്നിരിക്കുന്നത്. സെബി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ പറയുന്ന രീതിയിലുള്ള തട്ടിപ്പുകളൊക്കെ അന്വേഷിക്കേണ്ട കേന്ദ്ര സർക്കാരിൻ്റെ സംവിധാനമാണ്. അതിൻ്റെ മേധാവി ആരോപണ വിധേയമായി നിൽക്കുമ്പോൾ അത് കാര്യങ്ങൾ ചെറുതല്ലാത്ത രീതിയിൽ പ്രശ്നമുണ്ടാക്കും കേന്ദ്രത്തിന് മുൻപിൽ. ഈ ഹിൻഡൻബർഗിൻ്റെ പുതിയ റിപ്പോർട്ടും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യവും നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? മനു, തീർച്ചയായിട്ടും ഹിൻഡൻബർഗ് അവരുടെ ആദ്യ റിപ്പോർട്ട് നേരത്തെ പുറത്തുവിട്ടത് കൃത്യമായി പറഞ്ഞാൽ 18 ആയിരുന്നു. 2022 മാർച്ച് 1 മുതലായിരുന്നു ഇത്തരത്തിൽ മാധവി മുച്ച് ഇത്തരത്തിൽ ഒരു സെബിയുടെ ചെയർപേഴ്സണായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ സെബി ആദ്യം പുറത്തുവിട്ട റിപ്പോർട്ടിൽ, അത് 18 വർഷം മുന്നേ ഉള്ള റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടിയത് അദാനി ചൈനീസ് ഷെൽ കമ്പനികൾ ഉപയോഗിച്ചുകൊണ്ട് ഓഹരി വിപണിയിൽ വലിയ തരത്തിലുള്ള തട്ടിപ്പ് കാട്ടി എന്ന റിപ്പോർട്ട് പുറത്തുവിടുകയും അത് ആ ഒരു സമയത്ത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അത് ആ ഒരു പാർലമെന്റിൽ പോലും വലിയ തരത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിനും വലിയ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള വിഷയങ്ങളിലേക്കൊക്കെ തന്നെ നയിച്ച ഒരു വിഷയമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു രണ്ടാമത്തെ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. ആ രണ്ടാമത്തെ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് കൃത്യമായി തന്നെ ഇവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതായത് അദാനി ഗ്രൂപ്പിന്റെ രഹസ്യ വിദേശ കമ്പനികളിൽ നിക്ഷേപമുണ്ട് എന്നൊരു കാര്യമാണ്. അതിൽ സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിനും ഭർത്താവിനും എതിരെ തന്നെയാണ് അത്തരത്തിൽ ആ രഹസ്യ നിക്ഷേപങ്ങളിൽ ഇവരും പങ്കാളികളാണ് എന്നൊരു റിപ്പോർട്ട് ഇപ്പോൾ ഹിൻഡൻബർഗ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ ഇതിന്റെ ഒരു സൂചന ഹിൻഡൻബർഗ് നൽകിയിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചും വലിയ തലത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് എന്നൊരു സൂചന ഇന്നലെ തന്നെ ഹിൻഡൻബർഗ് നൽകിയതാണ്. അതിന് പിന്നാലെയാണ് 24 മണിക്കൂർ തികയുന്നതിന് മുന്നേ ഇത്തരത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇന്ത്യയിൽ വഴിവെക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അദാനിക്കെതിരായ അന്വേഷണം മന്ദഗതിയിലായതിന് പിന്നിൽ ഇവർ തമ്മിലുള്ള ഒരു ബന്ധമാണ്. അതായത് സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചും അവരുടെ ഭർത്താവും ഈ അദാനി ഗ്രൂപ്പുമായുള്ള ബന്ധമാണ് ഈ സെബിയുടെ അന്വേഷണം മന്ദഗതിയിലാക്കിയത് എന്നത് കൃത്യമായി തന്നെ തുറന്നു കാട്ടുകയാണ് ഇപ്പോൾ ഹിൻഡൻബർഗ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഈ രഹസ്യ കമ്പനികളിൽ 2015 മാധവി ബുച്ച് നിക്ഷേപം ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ 2017 മുതൽ മാധവി ബുച്ച് സെബിയിൽ പൂർണ്ണസമയ അംഗമായതോടെ അക്കൗണ്ട് ഈ മാധവി ബുച്ചിന്റെ ഭർത്താവിന്റെ പേരിലേക്ക് മാറ്റുകയാണ് നൽകിയത്. ഇതിനായി നൽകിയ കത്തും ഇപ്പോൾ ഹിൻഡൻബർഗ് പുറത്ത് വിടുന്നൊരു സാഹചര്യമുണ്ട്. ഈ മാധവി ബുച്ചിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പക്ഷേ ഈ ഒരു സ്വകാര്യ മേഖലയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരാൾ സെബിയുടെ ഇത്തരത്തിൽ പൂർണ്ണ ചുമതലയുള്ള അംഗമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. അത് 2017 അത്തരത്തിൽ ശരി, വ്യക്തമാണ് വിഷ്ണു. ഏതായാലും കാര്യങ്ങൾ ഗൗരവതരമാണ്. ഹിൻഡൻബർഗിന്റെ പുതിയ റിപ്പോർട്ട് ഇന്ന് ഉച്ചയ്ക്കാണ് അവർ ട്വീറ്റ് ചെയ്തത്. അതായത് അവർ സമൂഹ മാധ്യമത്തിലൂടെ കുറിപ്പ് പങ്കുവച്ചത്.